പ്രിയരെ, അധികമായാൽ അമൃതവും വിഷം എന്ന് കേട്ടിട്ടില്ലേ? എന്നാലോ അതൊട്ടുമില്ലെങ്കിലോ അതിലും വലിയ പ്രശ്നമല്ലേ? ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ പൊസസീവ്നെസ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ. കൂട്ടുകാരെ, എന്താ ഈ പൊസസീവ്നെസ് എന്ന് ചോദിച്ചാലേ ഉത്തരം വളരെ എളുപ്പമാണ്. ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളോടോ എന്തെങ്കിലും വസ്തുക്കളോടോ ഇനി അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടോ ഒക്കെയുള്ള അമിതമായ ഇഷ്ടത്തെ നമുക്ക് പൊസസീവ്നെസ് എന്ന് പറയാമല്ലേ? എന്നാൽ ഇത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായും അത് മുഴുവനായും ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. എങ്കിലും അത് കൂടുതലാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടെ നാം പത്രത്തിൽ കാണാറില്ലേ, അമിത സ്നേഹം കത്തിയുടെ രൂപത്തിൽ വന്നു എന്നും അതുപോലെ മറ്റൊരു അമിത സ്നേഹം ആസിഡിൻ്റെ രൂപത്തിൽ വന്നു എന്നൊക്കെ. ഇതൊക്കെ എന്ത് ചെയ്യുമ്പോഴും അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഒരു കാരണം അല്ലേ? അല്ലെങ്കിൽ ആ പ്രണയമോ അല്ലെങ്കിൽ ആ സ്നേഹമോ സാക്ഷാത്കരിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് നാം ആലോചിക്കാറുള്ളത്. പക്ഷേ അതിനൊക്കെ മുഖമൂടിയായി നിൽക്കുന്ന ഒന്നുണ്ട്. സ്നേഹക്കൂടുതലായിരുന്നു അത്രേ അതിന് കാരണം. എന്തായാലും ഈ പൊസസീവ്നെസ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നമ്മളൊക്കെ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇത് നമ്മളിൽ ഉടലെടുക്കുന്നുണ്ട്. ഇവൻ ഭീകരനാവാതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. നമുക്കറിഞ്ഞുകൂടെ, ചെറിയ കുട്ടികൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കളിപ്പാട്ടം എന്ന് പറഞ്ഞ് ആ കുഞ്ഞു കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുന്നത്. ചിലപ്പോഴൊക്കെ വീടിൻ്റെ മുന്നിൽ രണ്ട് കൈയും വിരിച്ച് ഇതെൻ്റെ വീടാ, ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നാറുള്ളത്? നമുക്ക് ചിരി വരുമല്ലേ? നമുക്ക് ആ മുതലാളിയെ ഒരു പേടിയുമില്ല. എന്നാൽ ഇതിനൊക്കെ കാരണം എന്താണെന്നല്ലേ? ആദ്യത്തേത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അതായത് കുട്ടിക്ക് ഒരു തോന്നലുണ്ടാകുകയാണ് എന്ന് വെച്ചാൽ, നാം പറഞ്ഞു ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നമല്ല ഈ പൊസസീവ്നെസ് ഒന്നും. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കളിപ്പാട്ടം എന്നതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ആ സമയത്ത് നമുക്കതൊരു രസകരമായ സംഭവമായിട്ട് തോന്നും. പക്ഷേ അടുത്ത ആൾ കൂടെ വരുമ്പോഴേക്കാണ് ഈ പ്രശ്നമൊന്ന് വഷളാകുന്നത്. അതിന് ചില മുതിർന്നവരുടെ സംസാരവുമുണ്ട്. ഇനി നിന്നെ വേണ്ട, കണ്ടോ കുഞ്ഞാവ് വന്നിട്ടുണ്ട്, ഇനി അവനെ മതി അല്ലെങ്കിൽ അവളെ മതി. ഇതുകൂടെ കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. ഇനി അവനെ സംരക്ഷിക്കാൻ ആരുമില്ലേ? ഇനി ഞാൻ ഒറ്റക്കായി പോകുമോ എന്ന ചിന്തയിൽ നിന്ന് അവനിൽ ഈ പൊസസീവ്നെസ് വർദ്ധിക്കുകയും പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത ചില ഫലങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം പറയുന്ന സംസാരങ്ങൾ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് അതിന് നാം ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാം പുതിയൊരാൾ വരുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളധികം ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് സ്നേഹത്തിനോടുള്ള അമിതമായ സ്നേഹം. അതെ, നിങ്ങൾ വിചാരിക്കും സ്നേഹത്തിനോടൊരു സ്നേഹമോ എന്ന്. അതെ, തീർച്ചയായിട്ടും നാം ഏറ്റവും അധികം എത്ര കിട്ടിയാലും മതിവരാത്ത ഒന്നാണ് സ്നേഹം. എത്രയൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു തോന്നലാണ്, ഇല്ലേ? ഇപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കും. ഇന്നലത്തെ അത്ര എന്നെ ഇന്ന് കരുതിയിട്ടില്ലേ? അല്ലെങ്കിൽ എന്തോ ഈ ഇടയായിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ ചികഞ്ഞ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാലഘട്ടത്തിൽ അത് നമുക്ക് അത്ര തന്നെ അങ്ങ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അതത്ര ബുദ്ധിമുട്ടായ രീതിയിൽ നമുക്ക് തോന്നുകയില്ല. പക്ഷേ അത് നാം വളർന്നു വരുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നാം ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മുതിർന്ന കാലഘട്ടത്തിലേക്കാവുമ്പോഴേക്കും നാം ഒരു ഗ്യാങ്ങിനെ രൂപീകരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടാവും, ഒരു ബെസ്റ്റിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ. ഏതായാലും പിന്നെ എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് നമ്മുടെ നടപ്പും ഇരിപ്പും എല്ലാ സമയവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആ വ്യക്തി നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയാൽ നമുക്ക് തോന്നുകയാണ്, ഇപ്പോൾ എന്നോടല്ല കാര്യം, അടുത്തയാളോടാണ്. എന്തോ ഈ ഇടയായിട്ട് എന്നോടിപ്പോൾ അത്ര വലിയ മൈൻഡൊന്നും ഇല്ല, അങ്ങനെയുള്ളൊരു തോന്നൽ. എന്തായാലും ഇതിൽ നിന്നൊക്കെ നാം മാറി നിൽക്കണം. ഇനി അടുത്തൊരു പ്രശ്നം
വരാനുള്ളത് സംശയരോഗമാണ്. അതായത് നമുക്കറിയാം, നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ? എത്ര സ്നേഹം കിട്ടിയാലാണ് നമുക്ക് മതി വരാത്തത്? എന്നാൽ നമുക്കറിയാം, ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു ജീവിതമൊക്കെ തുടങ്ങുന്ന സമയത്ത്, കുട്ടിക്കാലത്തല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ വളർന്നിട്ടുള്ള സമയത്ത് നമുക്കറിയാം, ഒരു തുടങ്ങുന്ന ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പാരൻസൊക്കെ ഒന്നിച്ച് നമുക്ക് തന്ന ജീവിതമാണെങ്കിലും ആ സമയത്ത് നമ്മൾ എവിടെ എത്തി, എവിടെയായി, എന്തായി, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇതെല്ലാം ഉറങ്ങുന്നയാളെ വിളിച്ചുണർത്തി വരെ നമ്മൾ ചോദിക്കും ഉറങ്ങിയോന്ന്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചാലെന്ത്, ഉറങ്ങിയാലെന്ത്, അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ ഇപ്പോൾ 5 മണിയായി അവിടെ എത്തുമെന്ന് നമുക്കറിഞ്ഞുകൂടെ, എന്നതാ ഇപ്പോൾ ഇത്ര ഒന്ന് വിളിച്ച് ചോദിക്കാനുള്ളത്? ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാലേ, നമ്മൾ വലയിൽ കുടുങ്ങിയ മീനിന് പിന്നെ തീറ്റി കൊടുക്കാൻ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവുകയാണ്, സംശയങ്ങളുണ്ടാവുകയാണ്, പൊട്ടിത്തെറികളുണ്ടാവുകയാണ്. എന്നാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഈ പൊസസീവ്നെസ് മുഴുവനായിട്ടും വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വ്യക്തി നാം ചിന്തിക്കുന്നത് പോലെ ആവണം എന്നില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനേയും ഇഷ്ടപ്പെടാം. നമുക്ക് ഓരോ വസ്തുവിനെ ഇഷ്ടപ്പെടാം, ഒരു സ്ഥാപനത്തെ ഇഷ്ടപ്പെടാം, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വെച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ സ്കെയിൽ വെച്ച് അളന്ന് ഇനി ഞാൻ 5.5 മാത്രമേ സ്നേഹിക്കൂ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഒരു പരിധി നമുക്കറിയണം. എന്തുകൊണ്ടാണ് അവർ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നത്? തിരക്കാണോ? അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ സംശയങ്ങളും പൊട്ടിത്തെറികളും ഇല്ലാത്ത, വളരെ നമുക്ക് പരസ്പരം അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇതേ പോകുന്നു.